This could be good for me. Lately I was feeling like I need a purpose. But when you talk to me, give me the impression that I won't scratch your surface. Hello guys, welcome back to our channel Cheng's Vlog. Hello, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് താറാവ് ഇറച്ചിയാണ്. താറാവ് നമ്മുടെ ഫുൾ ടേസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് അതിൽ പോയാലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? താറാവ് കറിയും പൊറോട്ടയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു താറാവിനൊക്കെ കട്ട് ചെയ്ത് അത് തൊലി കളയാൻ വേണ്ടിയിട്ട് അവരത് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് തൊലിക്ക് പറിച്ച് കളയുന്നത്. നമ്മൾ അടുത്ത പരിപാടി താറാവ് കഴുകിയെടുക്കലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചധികം ഉപ്പും പിന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ടത് ഇട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം. കാരണം അതിനൊരു ചീത്ത സ്മെല്ലുണ്ടാവും ഇറച്ചിക്ക്. അപ്പോൾ അത് നല്ലോണം കഴുകിയെടുത്താലാണ് ആ പൊട്ട സ്മെല്ല് മാറുള്ളൂ. അങ്ങനെ ഇതാ കഴുകി വാരി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് പെരുംജീരകം ഉലുവയിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കിലോയിൽ കൂടുതൽ സവോളയുണ്ട്, കുറച്ച് ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇത് 2.25 വലിയ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വലിയ സ്പൂണ് മല്ലിപ്പൊടി, അതേ അളവിൽ തന്നെ മുളക് പൊടിയും ചേർക്കണം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടികൾ, ഗരം മസാല പൊടിച്ചത് ഒക്കെ ഇട്ടിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ അതിൽ അരച്ചിട്ടിട്ട് ഒരു 1.5 മണിക്കൂറോളം വേവണം കേട്ടോ. അതൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതപ്പോൾ അടിപൊളി താറാവ് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായി വറ്റി വരണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല വേവുണ്ട് ഇതിന്. ഏകദേശം 1.25 മണിക്കൂറോളം നല്ല ഫ്ലെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഇത് നമ്മൾ പൊറാട്ടയും പുട്ടീൻ്റെ ഒക്കെ കൂടെയാണ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.